എന്താ വിളിച്ചേ? പൂജാരി. നിങ്ങൾ പൂജാരിയല്ലേ? അതെ അതെ. കിച്ചു എന്താ ഇവിടെ വന്നേ? ഒരു സഹായം ചെയ്യുമോന്ന് ചോദിച്ചു. ആര്? അക്ക. എന്ത് സഹായം? വാ പറയാം. ആ മോളിലുള്ള ചുവന്ന പുസ്തകം എടുത്തു കൊടുക്കാൻ പറഞ്ഞു അക്ക. ഇങ്ങോട്ട് തന്നേക്കൂ. Thank you. Thank you so much. Thank you. ആ പല്ലും കണ്ണാടയും വെച്ചപ്പോഴാണ് ചേച്ചിയെ കാണാൻ കൂടുതൽ ഭംഗി. അതും വെച്ച് നടന്നോ എപ്പോഴും? ஹலோ, மாமி பேசுறேன். யாரு? வைத்தியா? எங்க இருந்து? ஓ, லண்டன்ல இருந்தா? நல்லா இருக்க, நல்லா இருக்க. ஹலோ டாடி. அவன் பேசட்டும். ஒரு Hello, Daddy. How are you? I'm fine. Hello, Daddy. What's happening here? I'm missing you a lot, Daddy. Are you all right? ഇന്നലെ രാത്രി വിളിച്ചില്ലല്ലോ. ഓ, പാരീസിലായിരുന്നോ? ഹലോ ഡാഡി, നെക്സ്റ്റ് ടൈം ഞാൻ വരുന്ന പാരീസിലേക്ക്. ഓക്കേ? അക്ക വരണ്ട. ഇങ്ങ് താടാ, ഞാൻ സംസാരിച്ചിട്ട് തരാം. ഡാഡി, പാരീസിൽ നിന്ന് എനിക്ക് എന്തൊക്കെ വാങ്ങി? ഓക്കെ, വരുമ്പോ കൊണ്ടുവരുമോ? ഓക്കെ, താങ്ക് യു. ഞാൻ നന്നായി പഠിക്കുന്നുണ്ട് ഡാഡി. ഡാഡി എപ്പോഴും ഇങ്ങോട്ട് വരുന്നത്? ഡാഡി ഹോളിഡേസിന് ഡാഡി ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വരും. ഓക്കെ? ഹൗ ഇസ് മമ്മി? സേ ഹായ് ടു ഹർ. വെരി ഫണ്ണി. സർപ്രൈസ് ആയിട്ട് എനിക്കൊരു ഗിഫ്റ്റാ. എന്താ അത് ഡാഡി? പ്ലീസ് ഇപ്പൊ പറ ഡാഡി. ഐ വാണ്ട് ടു നോ എന്താ അത്. ഓക്കെ. കിച്ചുവോ? അവൻ എപ്പോഴും ക്രിക്കറ്റ് കളിയാ. ഓക്കെ ഡാഡി. ഓക്കെ, ബൈ. കോളേജിൽ പോയിട്ട് വരാം പാട്ടി. പോയിട്ട് വാ. ഞാൻ കോളേജിൽ പോവാണ് കേട്ടോ.
ஏக்கு காது கேட்காதா என்ன? போயிட்டு வாடி. போயிட்டு வான்னு எத்தனை தரம் சொன்னேன். அப்படியா? காதுல விழலியா? விழலே பாட்டி. ஸ்பீடா போவாதே, மெதுவா போ. உங்க அப்பனுக்கு நான் தான் பதில் சொல்லணும். പൊടി. പാട്ടി, ഞാൻ കോളേജിൽ പോവാ. കാത് കേക്കില്ലേ? ഞാൻ കോളേജിൽ പോവാണെന്ന്. അക്ക, പാട്ടി ഇവിടെ ഇല്ല, കോവിൽ പോയി. நீ பேசாம இருடா, எனக்கு தெரியும். நீ உள்ள போய் உன் வேலையை பாரு. ഞാൻ പോകാം, നീങ്ക സത്തം പോടാതെ. മണ്ടൻ, മരമണ്ടൻ. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചുമ്മാ ശ്രദ്ധിക്കുന്ന
പറ്റുന്ന പോലെ അഭിനയിച്ചൊക്കെ നിന്നു. പക്ഷെ റിയലി സോ ബോറിംഗ്. അവർ ക്ലാസ് എടുത്ത് ആർക്കും ഓർമ്മ വരാതെ അല്ലേ? നിൽക്ക്. അല്പം സംസാരിക്കാനുണ്ട്. സൗകര്യം ഉണ്ടെങ്കിൽ മൈലേഡി ഗാർഡൻ വരെ ഒന്ന് വരണം. ഞാനവിടെ വെയിറ്റ് ചെയ്യും. എന്താ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഇത് എനിക്ക് എഴുതിയതാണോ? അതെ. എന്താ ഇതിന്റെ അർത്ഥം? മലയാളം വായിക്കാൻ അറിയില്ലേ? അറിയാം. അതുകൊണ്ടാ ചോദിച്ചത് നിങ്ങൾ എന്താണ് മീൻ ചെയ്തതെന്ന്. അതിലെഴുതിയത് തന്നെ, മണ്ടൻ മരമണ്ടൻ. അതെ, ഞാൻ സ്വയം ചില റെസ്ട്രിക്ഷൻസ് ഉള്ള ആളായത് കൊണ്ടാണ് ഹേമയുടെ കുസൃതികൾക്കൊന്നും റിയാക്ട് ചെയ്യാതിരിക്കുന്നത്. ഓ ഐ സീ. ആൻഡ് യു കോൾ മീ മണ്ടൻ മരമണ്ടൻ. യെസ്, ദാറ്റ്സ് ട്രൂ. ലുക്ക് ഹിയർ, ഇതിനേക്കാളൊക്കെ വലിയ അഭ്യാസം കാണിച്ചവനാ ഞാൻ കോളേജിൽ പഠിക്കുമ്പോ. അത് നിനക്കറിയോ? അയ്യോ, അങ്ങനെയാണോ? അതെനിക്കറിയില്ല. എന്തൊക്കെയായിരുന്നു? കേക്കട്ടെ. അത് പറഞ്ഞാ മനസ്സിലാവില്ല. കാണിച്ചു തരാം. ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്? ഞാൻ ആരാണെന്ന് കരുതിയത്? നിന്നെ ഞാൻ വെറുതെ വിടില്ല. അയ്യോ കുട്ടി, ഞാനൊരു തമാശക്ക്. തമാശയോ? ഇതാണ് തമാശ? You are a devil. ഞാനിത് പാർട്ടിയോട് എല്ലാവരോടും പറയും. നോക്കിക്കോ. നീ വീട്ടിലേക്ക് വാടാ, കാണിച്ചു തരാം. ചഞ്ചൽ, ഒരു മിനിറ്റ്. എന്താ പ്രേം? ഒരു ചെറിയ അബദ്ധം പറ്റി. എന്താണ്? എന്താ രണ്ടുപേരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്? പ്രേം ചെറിയൊരു അബദ്ധം ഒപ്പിച്ചു. എന്താ അബദ്ധം? അയ്യോ, അവരോട് പറയണ്ട, വേണ്ട. എന്താ അവരോട് പറഞ്ഞാൽ എന്താ? സ്ത്രീ പീഡനമാണ് വകുപ്പ്. ഒരു സ്ത്രീയെ പൊതുസ്ഥലത്ത് വെച്ച് അപമാനിച്ചാലുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ നിനക്ക്? 7 വർഷം കഠിന തടവ്. ഞാൻ അറിയാതെ അതങ്ങനെ സംഭവിച്ചു പോയതാ. എന്തായാലും ആ കുട്ടി പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാവുമല്ലോ. ഞാനിപ്പോ എങ്ങനെ തിരിച്ചാ വീട്ടിലേക്ക് പോകും? പോകാൻ പറ്റില്ല. കുറച്ചു ദിവസത്തേക്ക് വേറെ എവിടെയെങ്കിലും ഒളിച്ചു താമസിക്കുന്ന ബുദ്ധി. എന്റെ സാധനങ്ങളൊക്കെ ആ മുറിയിലാ ഉള്ളത്. അതിപ്പോ എങ്ങനെ എടുക്കും? അതിന്റെ ഇടയിൽ കൂടെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? മതില് ചാടാറിയോ? ചാടി പരിചയമില്ല. വേണ്ട, വാ കാണിച്ചു തരാം. ഇതിൽ പറഞ്ഞു കയറിയാലോ? ഏതില്? ട്രാൻസ്ഫോമറിലോ? അത് വേണ്ട അല്ലേ? ഇവിടെ വലിയ കുഴപ്പമില്ല. വാ 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 വാ. ഇപ്പൊ മതില് കയറൂടെ? പിന്നെ ലൈറ്റ് ഇടരുത്. സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്തോടെ തന്നാ മതി.
ഞാനിത് പ്രതീക്ഷിച്ചു. അതാണ് ഉറക്കം വിളിച്ചിരുന്നത്. അർദ്ധരാത്രിക്ക് ഒളിച്ചു കിടക്കാനാണ് ഭാവം അല്ലേ? ഏയ്, ഞാൻ ഇതൊക്കെ ഒന്നും ഇവിടെ ഒതുക്കി വെക്കുകയായിരുന്നേ. അത് മനസ്സിലായി. ഇത് ഇവിടെ ഇവിടെ. ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ വിചാരിച്ചു ഹേമ എന്നെ... നിങ്ങൾ എന്ത് വിചാരിച്ചു? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒന്നും വിചാരിച്ചില്ല. എന്നെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കണം. വരട്ടെ വരട്ടെ, നേരം പുലരട്ടെ. രാവിലെ എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചിട്ട് പോയാ മതി. ഹേമ എന്നെ എന്ത് വേണമെങ്കിലും ശിക്ഷിച്ചോളൂ. തല്ലുകയോ മാന്തുകയോ ചവിട്ടുകയോ എന്ത് വേണമെങ്കിലും. പക്ഷേ ഇക്കാര്യം പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കരുത്. എന്റെ ലൈഫ് പാഴാവും. ഓഹോ, ഞാൻ എന്ത് ശിക്ഷ തന്നാലും സ്വീകരിക്കുമോ? തീർച്ചയായും, എന്ത് വേണേലും ചെയ്തോളൂ. എന്നല്ല, കൈ ഇങ്ങോട്ട് നീട്ട്.